ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ക്ലീനപ്പ് ആണ് കേട്ടോ. പ്രൊഫഷണലായിട്ട് എങ്ങനെ നമുക്കൊരു ക്ലീനപ്പ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഹെയർ നമ്മളൊന്ന് കെട്ടി വെക്കുക. അപ്പം എൻ്റെ ആ ബാൻഡ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതിനുശേഷം ടവല് നമ്മളിങ്ങനെ ബോഡിയിലേക്ക് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ക്ലോത്തിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ടവൽ വെച്ച് കൊടുക്കുക. മാല ഊരുക, അതുപോലെ തന്നെ പൊട്ട് കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ മാറ്റുക. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ആദ്യം സമ്മതിച്ചില്ല കേട്ടോ വീഡിയോസ് എടുക്കാൻ. പിന്നെ അവൾ ഓക്കെ പറഞ്ഞു. അതിൻ്റെ സന്തോഷമാണ് കണ്ടത്. അതിനുശേഷം നമ്മൾ ഫേസ് വൃത്തിയാക്കുക. ആദ്യം നമ്മുടെ കോട്ടൺ പാഡ് യൂസ് ചെയ്ത് അതൊന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് ഫേസൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പം കോട്ടൺ പാഡ് നമ്മൾ വാങ്ങുന്ന ടൈമിൽ നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോഴാണ് അത് റൗണ്ടിൽ നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അതിനുശേഷം ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ പർപ്പിളിലോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ഫേഷ്യലിൻ്റെ തന്നെ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ക്ലീനപ്പാണ്, എന്നാലും ഞാൻ ഫേഷ്യൽ കിറ്റിനകത്തു നിന്നാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 5 മിനിറ്റ്സ് വരെ നമുക്ക് ക്ലെൻസ് ചെയ്യാം. എന്നാലും ഒരു 3 മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതി. മസ്റ്റായിട്ടും 3 മിനിറ്റ്സ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് വേണം എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫേഷ്യൽ അല്ലാത്തതുകൊണ്ട് തന്നെ മസാജിൻ്റെ ആവശ്യമില്ല ക്ലീനപ്പിന്. ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നന്നായിട്ട് തുടച്ച് മാറ്റുക. കോട്ടൺ പാഡ് യൂസ് ചെയ്ത് തുടച്ച് മാറ്റുക. തുടയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ താഴത്തേക്ക് തുടയ്ക്കരുത്. മേളിലേക്ക് മാത്രം തുടച്ച് മാറ്റുക. കണ്ടോ, മേളിലേക്ക് മാത്രം തുടച്ച് മാറ്റുക. ഇന്ന് എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ ഒരു 3 മണി 4 മണിയായി. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ വിളിച്ചിട്ട് ഇതേപോലെ ഫേഷ്യലും സ്പായും ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബ്ലീച്ച് വിത്ത് ക്ലീനപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഈ ബ്ലീച്ച് ചേരണം എന്നില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇവയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ബ്ലീച്ച് വിത്ത് ക്ലീനപ്പ് ചെയ്യുന്നത് കൊണ്ട് ആ ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുറച്ച് നേരം കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം, എന്തെങ്കിലും അലർജിയോ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഇനി ഇവൾക്ക് ബ്ലീച്ച് ഇടാൻ പോവുകയാണേ. അതിന് മുമ്പേ നന്നായിട്ട് ക്ലെൻസ് ചെയ്തത് തുടച്ച് മാറ്റുക. അതിനുശേഷം മാത്രം ബ്ലീച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സി ബ്ലീച്ചാണ് കേട്ടോ. ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആദ്യം ഒരു പ്ലാസ്റ്റിക് ടിന്നിനകത്തേക്ക് നമ്മൾ ഓക്സി ബ്ലീച്ച് കുറച്ചിടുക. ഫേസിന് അത്യാവശ്യം വേണ്ട ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പൗഡർ ബ്ലീച്ച് അതിനകത്തേക്ക് ഇടുന്നത്. ഒരുപാട് കൂടി പോവരുത്, കുറച്ച് മാത്രം ഇട്ടാൽ മതി ഒരു പൊടിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് കണ്ണടയ്ക്കാൻ പറയുക. കണ്ണിനകത്തൊക്കെ വീണാൽ പ്രശ്നമാണ് കേട്ടോ. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യുക. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ക്രീം ഒരുപാട് എടുത്തിട്ടുണ്ട്, പൗഡർ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഞാൻ ഓടിച്ച് വിട്ടിട്ട് ഉണ്ട് വീഡിയോ, അതുകൊണ്ടാണ് കുറച്ച് ടൈം ഫീൽ ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് കാണുക കേട്ടോ.
ഒരു കാര്യങ്ങളും മിസ്സാവരുത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നാലേ നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പം കണ്ണിൽ ഒരിക്കലും ബ്ലീച്ച് ഇടരുത്. കണ്ണിൻ്റെ ചുറ്റും ബ്ലീച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് കണ്ണിലും ലിപ്പിൽ ഒഴിച്ച് ബാക്കി നെക്ക് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹെയറിലോ നെറ്റിക്കോ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്ത് മാറ്റുക. ബ്ലീച്ച് ഇടുക, അതിനുശേഷം പെട്ടെന്ന് തന്നെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് മാറ്റുക. പിരുകം, ഹെയറിൻ്റെ ഭാഗങ്ങൾ അവിടെയൊക്കെ. ഓക്കെ, അടുത്തതായിട്ട് കോട്ടൺ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ണിന്. എന്ന് വെച്ചാൽ ബ്ലീച്ച് യൂസ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ചൂടടിക്കും കണ്ണിലോട്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ ടിപ്സൊക്കെ അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ചെയ്യുന്ന രീതിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 10 to 15 മിനിറ്റ് വരെ ബ്ലീച്ച് നമ്മുടെ ഫേസിൽ വയ്ക്കാം കേട്ടോ. ഇത് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഫീലാവും ആ ഒരു ബ്ലീച്ചിന് വ്യത്യാസം വരുവേ. അപ്പോൾ ഫേസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇല്ലെന്നുണ്ടെങ്കിൽ 10 to 15 മിനിറ്റ്സ്, അതിൽ കൂടുതൽ വരരുത്. അത്രയും ടൈം ഫേസിൽ വെക്കുക. ഞാനപ്പോൾ അവളുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലീച്ച് മാറ്റിയതിന് ശേഷം, ബ്ലീച്ച് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് റിമൂവ് ചെയ്യുക. ഇത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ബ്ലീച്ചാണ്. അടുത്ത് നമ്മൾ ഫേസ് സ്റ്റീം ചെയ്യണം. അതിനു മുമ്പ് നന്നായിട്ട് ബ്ലീച്ച് റിമൂവ് ചെയ്യുക. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ടേക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം മാറ്റിയിട്ട് ഫേസ് നന്നായിട്ട് തുടച്ച് മാറ്റുക. സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെല്ലും. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഐസ് നന്നായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുവാണ്. എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരുങ്ങാനും ഒരുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്യൂട്ടി ഫാഷൻ ഫീൽഡ് തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ ആദ്യം നേഴ്സിങ്ങിനായിരുന്നേ പോയത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. വീഡിയോ എടുക്കുക, മോഡലിങ് ചെയ്യുക, അതൊക്കെയാണ് എനിക്കിഷ്ടം. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളേ. ക്ലാസ്സിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് സംസാരം കൂടെ ആവുന്നത് നല്ലതല്ലേ? ഇല്ലേ നിങ്ങൾക്ക് ബോറടിച്ചാലോ? ഇപ്പോൾ അവളുടെ ഫേസ് നന്നായിട്ട് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്, ടാൻ മാറിയിട്ടുണ്ട്. ഇനി ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് കൂടുതലാണ് കേട്ടോ. വൈറ്റ് ഹെഡ്സിനേക്കാളും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ആണ്. അവൾ കുറേ നാളായി ക്ലീനപ്പ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ എല്ലാം കാണാനുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫേസ് സ്റ്റീം ചെയ്ത് കൊടുക്കാം. കാരണം സ്റ്റീം ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ടഫായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് കെയറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഐസിൽ കോട്ടൺ വെച്ചിട്ടുണ്ട്, കണ്ണിലോട്ട് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കി നന്നായിട്ടൊരു 5 മിനിറ്റ്സൊക്കെ സ്റ്റീം കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ കാര എടുക്കുവാണ്. ഈ സൈഡിൽ ഫുള്ള് വൈറ്റ് ഹെഡ്സും അപ്പുറത്തെ സൈഡിൽ ബ്ലാക്ക് ഹെഡ്സും ആണുള്ളത്. പിന്നെ ഫേസിൽ 2-3 എടുത്ത് ഉണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അവളുടെ ഫേസിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി, കുറേ മന്ത്സായി എന്ന് പറയുന്നു ക്ലീനപ്പ് ചെയ്തിട്ട്. നമ്മൾ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞാൽ മന്ത്ലി ഒരു ക്ലീനപ്പ് എങ്കിലും ഫേസിന് കൊടുക്കണം, അല്ലെങ്കിൽ സ്കിൻ ഫുൾ ഡാമേജ് ആയി പോവും. അപ്പം നല്ലതാണ് ഫേഷ്യൽ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ എപ്പോഴും നല്ലതാണ് കേട്ടോ ഇതൊക്കെ.
നമ്മൾ കാര എടുത്ത ഭാഗത്തൊക്കെ കുറച്ച് ഐസ് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ഇത് വെച്ചിട്ട് കുത്തിയല്ലേ എടുക്കുന്നത്, അപ്പോൾ ചുമക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഒരു ക്ലീനപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഐസ് വെള്ളമില്ലേ അതിനകത്ത് മുക്കിയിട്ടാണ് കോട്ടൺ പാഡ് വെച്ച് കൊടുക്കുന്നത്. തണുപ്പ് കൊടുക്കുവാണ് ഫേസ് ഫുള്ള്. കോട്ടൺ ഫേസിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ പിഴിഞ്ഞിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിനി ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. അത് ഇതിൻ്റെ പ്രൊസീജിയർ അല്ല, അവർക്ക് സ്പാ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുവാണേ. നിങ്ങൾക്കിനി ഹെയർ സ്പായുടെ ഒക്കെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിറച്ചും ജടയാണ്. അവൾ ആലപ്പുഴ വരെ പോയിട്ട് വരുവാണ് കേട്ടോ. അപ്പം ബസ്സിൽ പോയിട്ട് വന്നതിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു, ഹെയർ വാഷ് കഴിഞ്ഞു, ക്രീം അപ്ലൈ ചെയ്തു. അതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ആവുമല്ലോ. 10 തൊട്ട് 15 മിനിറ്റ് വരെ ഫേസിൽ പാക്ക് വെക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തുടച്ച് മാറ്റാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അവിടെ ഇവിടെയും ഡ്രൈനെസ് കാണിക്കുന്നുണ്ടോ? 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കൈ നനച്ചിട്ട് ആ നനവോടെ ഫേസ് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് ഇളക്കുക. ആ പാക്ക് ഇളക്കുക, മസാജ് കൊടുക്കുക അല്ല, എന്നാൽ ചെറിയൊരു മസാജ് കിട്ടുകയും ചെയ്യും. ക്ലീനപ്പിനകത്ത് മസാജ് വരുന്നില്ല, പക്ഷെ നമ്മൾ ഈ ഒരു ക്രീം ഇളക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു മസാജ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ഓടിച്ചു വിട്ടേക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഇളക്കി മസാജ് കൊടുത്ത് ആ പാക്ക് നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പം ഡ്രൈ ആണല്ലോ, ഇപ്പം നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരിക. പോയി കേട്ടോ. ഇനി കോട്ടൺ പാഡ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് തുടച്ച് മാറ്റുക. അതിനുശേഷം ക്ലയൻറ്റിൻ്റെ അടുത്ത് ഫേസ് പോയി നോർമൽ വാട്ടറിൽ കഴുകാൻ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.